തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ്. സോ അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം കണ്ടു. അതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ്. അപ്പോൾ പോയിൻറ്റ്സിൽ നിന്ന് ലൈൻസിലോട്ട് വരുമ്പോൾ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഒരു പോയിൻറ്റിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തായി. പക്ഷേ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് എൻഡ് ഉണ്ട് അതിന്. അതായത് എ ബി, ഒരു ലൈൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എ ബി എന്നാണ്. അപ്പോൾ എ ബി അല്ലെങ്കിൽ ബി സി, സി ഡി, അങ്ങനെ രണ്ട് പോയിൻ്റ് വരും. അപ്പോൾ ഇതിനെ രണ്ടിനെ നമ്മൾ ഒരുമിച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ നമ്മൾ പോയിൻറ്റിൻ്റെ കേസിലെ പോലെ ലൈനും ഏത് ക്വാഡ്രൻറ്റിൽ വേണമെങ്കിലും വരാം. പക്ഷേ യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. പക്ഷേ ബാക്കിയുള്ള ക്വാഡ്രൻറ്റിൽ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചോദിക്കാം, പറയാതിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ പക്ഷേ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തിട്ട് പോണതിന് മുന്നേ, പ്രോബ്ലംസിലോട്ടൊക്കെ പോണതിന് മുന്നേ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന പല പല കേസസ്, അതായത് ലൈൻ പല പല രീതിയിൽ ഈ ക്വാഡ്രൻറ്റുകളിലിരിക്കാം. അപ്പോൾ ആ കേസസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കേസസ് അറിഞ്ഞിരുന്ന അതാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം പറഞ്ഞാൽ എന്താണ്, പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ടുള്ള വേറെ മെത്തേഡുകളിലൂടെ ചെയ്യാൻ പറ്റും. ഈ കോൺസെപ്റ്റ് അറിയാതെ തന്നെ വേറെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് സംഭവം എന്താണ്, നമ്മൾ എന്താണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള 5 കേസസുകളുണ്ട്. അപ്പോൾ ഈ 5 കേസസുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേസസുകളിൽ നമ്മളെല്ലാം നോക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ലൈൻ വരുന്ന കേസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 5 കേസസുകളാണ്. നമ്പേഴ്സ് നോക്കണ്ട, 5 കേസസുകൾ നമുക്ക് കാണാം. അതായത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എ വെർട്ടിക്കൽ ലൈൻ. അതായത് ആ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, അല്ലെങ്കിൽ വൈസ് വേഴ്സ. അതായത് ലൈൻ ഏതെങ്കിലും ഒരു പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും. ഒരു പ്ലെയിനോട് പെർപെൻഡിക്കുലറും മറ്റേ പ്ലെയിനോട് പാരലും ആയിരിക്കും. ഓക്കെ, ഇവിടെ എച്ച് പിക്ക് പെർപെൻഡിക്കുലറും വി പിക്ക് പാരലായിട്ടുള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വൈസ് വേഴ്സ ഇതിൻ്റെ ഓപ്പോസിറ്റ് കേസുണ്ട്. അതായത് വി പിക്ക് പെർപെൻഡിക്കുലർ ആവുന്നതും എച്ച് പിക്ക് പാരലാവുന്നതും. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. പിന്നെ വരുന്നത് ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. അതായത് ലൈൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ കേസുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ലൈൻ പാരലായിട്ട് ഇരിക്കുന്ന അവസ്ഥ. അതുപോലെ തേർഡ് കേസ് എന്ന് പറയുന്നത് ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ലൈൻ എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിനോട് ഒരു ചെറിയ ആംഗിളിൽ ചെരിഞ്ഞിരിക്കും, പക്ഷേ എന്താണ്, വെർട്ടിക്കൽ പ്ലെയിനോട് പാരലായിരിക്കും. അതേപോലെ താഴത്തുള്ളത് നാലാമത്തെ കേസ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻക്ലൈൻ ടു വി പി, പാരലൽ ടു എച്ച് പി. ഫൈനൽ കേസ് എന്ന് പറയുന്നത് എച്ച് പിനോടും വി പിനോടും, ഹൊറിസോണ്ടൽ പ്ലെയിനോടും വെർട്ടിക്കൽ പ്ലെയിനോടും ഒരേ സമയം ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥകൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൻ്റെ കോൺസെപ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കാറ്. പോയിന്റിലെ പോലെ തന്നെ XY എന്ന റെഫറൻസ് ലൈന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ബേസിക് സംഭവമാണ്. ഇതിൻ്റെ അകത്ത് എയുടെയും ബിയുടെയും ലൊക്കേഷൻ, അതായത് ഡയമെൻഷൻസ് ഒന്നും വെച്ച് തന്നിട്ടില്ല. നമുക്ക് ബേസിക്കായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. അതായത് ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനോട് പെർപെൻഡിക്കുലറും വെർട്ടിക്കൽ പ്ലെയിനോട് പാരലുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ അങ്ങനത്തെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുകയാണ്. അതായത് വെർട്ടിക്കൽ പ്ലെയിനോട് പാരലൽ. ഈ എ ബി എന്ന് പറയുന്ന റെഡ് ലൈൻ വെർട്ടിക്കൽ പ്ലെയിനോട് പാരലാണ്. അതുപോലെ തന്നെ ആ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനോട് പെർപെൻഡിക്കുലറുമാണ്. സോ അങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി പോയിന്റിലെ പോലെ തന്നെയാണ് എല്ലാ സ്റ്റെപ്പുകളും വരുന്നത്. നമ്മൾ പോയിന്റിൽ നോക്കിയപ്പോൾ എന്താണ്, ഫസ്റ്റ് പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യും. ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് വെച്ചാൽ ലൊക്കേറ്റ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നോക്കും. അതിനുശേഷം അപ്പോൾ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നോക്കുന്നത് എന്തിനാണ്, അതിൻ്റെ പ്രൊജക്ഷൻസ് കിട്ടാൻ. വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഇതിൻ്റെ പ്രൊജക്ഷൻ കിട്ടാനാണ് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അതായിരുന്നു അവിടുത്തെ കോൺസെപ്റ്റ്. സോ ഇവിടെ ആ സെയിം കോൺസെപ്റ്റ് തന്നെ വരുന്നത്. പോയിന്റിന് പകരം ലൈനാണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ലൈനാണ്. അപ്പോൾ നമുക്ക് ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നോക്കണം. അപ്പോൾ ആദ്യം ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്ത് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻ എപ്പോഴും ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും. ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്ത് ഈ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ എയും ബിയും രണ്ട് പോയിൻറ്റും ഒന്ന് പ്രൊജക്റ്റ് ആകുന്നത്
എ ബി ഈ സെയിം പോയിന്റിലായിരിക്കും എ ബി. ഓക്കെ, എ ബി രണ്ട് ഇവിടെ വന്ന് പ്രൊജക്റ്റ് ആവും. അതേപോലെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ് വന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, എ ഡാഷ്. ക്യാപിറ്റൽ ബി വന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് ബി ഡാഷ്. അപ്പോൾ എ ഡാഷിനും ബി ഡാഷിനും കൊടുക്കാൻ കാരണം എന്നാ, ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ വന്ന് ചാടുന്ന പോയിന്റ്സിനെ നമ്മൾ ഡാഷ് ഇട്ടാണ് മാർക്ക് ചെയ്യാറ്, സ്മോൾ ലെറ്റേഴ്സിനൊപ്പം ഡാഷും കൂടെ ഇട്ട്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ അത് രണ്ടും ചേർത്ത് വരച്ചു. അപ്പോൾ നമുക്ക് എന്താണ്, ടോപ്പ് വ്യൂ ഒരൊറ്റ പോയിൻ്റായിട്ട് കിട്ടി, ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഒരു ലൈനായിട്ടും കിട്ടി. അത് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഈ ലൈനിനെ നിങ്ങൾ നോക്കുമ്പോൾ, ഒരാൾ നേരെ ഈ ലൈനിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ശരിക്കും കാണാൻ പറ്റുക, ഈ ഒരു എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ നേരെ മുകളിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിൻ്റായിട്ടല്ലേ ലൈൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ലൈനായിട്ട് കാണാൻ പറ്റില്ലല്ലോ, സിംഗിൾ പോയിൻ്റായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അതാണ് ഈ താഴെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ നേരെ താഴത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കും. അപ്പോൾ എ ബി കിട്ടി, എ ഡാഷ് ബി ഡാഷ് കിട്ടി. ഇനി പോയിൻറ്റിൻ്റെ പ്രൊജക്ഷനിലെ പോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ മടങ്ങി നേരെ താഴത്തോട്ട് വരും. അതാണ് ഈ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്നത്, കണ്ടോ, സൊല്യൂഷനായിട്ട്. അപ്പോൾ ഇത് മടങ്ങി താഴത്തോട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള പോയിന്റുകളും താഴത്തോട്ട് വരുമല്ലോ. എ ബി എന്ന് പറയുന്ന ഈ പോയിന്റും താഴത്തോട്ട് വരും. അതായത് അപ്പോൾ ആ എ ബി എന്ന് പറയുന്ന പോയിന്റ് XY എന്ന് പറയുന്ന റെഫറൻസ് ലൈൻ്റെ നേരെ താഴെ വരും. അതാണ് ഈ വരച്ചിരിക്കുന്നത് എ ബി. ഈ ഡയമെൻഷനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ജനറൽ കേസ് ആയതുകൊണ്ട് പറയാത്തതാണ്. അതേപോലെ ആ XY എന്ന് പറയുന്ന ലൈനിൻ്റെ നേരെ മുകളിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ എ ഡാഷ് ബി ഡാഷ്, എ ഡാഷ് ബി ഡാഷ് അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനായി. ഇത്രയുള്ള സംഭവം. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കേസും കൂടെ ഉണ്ട്. അതായത് ഇത് HP-ക്ക് പെർപെൻഡിക്കുലർ, VP-ക്ക് പാരലൽ. ഇനി ഈ ലൈൻ ഇതുപോലെ വരും. അതായത് HP-ക്ക് പാരലായിട്ടും VP-ക്ക് പെർപെൻഡിക്കുലറായിട്ടും ഇതുപോലെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, ഇതുപോലെ തന്നെ ചെയ്യുക, വേറെ വ്യത്യാസമൊന്നുമില്ല, സ്റ്റെപ്സൊക്കെ സെയിം. ഇതായിരിക്കും ആ ഒരു കേസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ AB, ഈ ലൈൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലറും ഹൊറിസോണ്ടൽ പ്ലെയിന് പാരലും ആയിട്ടാണ് ഈ AB എന്ന് പറയുന്ന ലൈൻ ഇരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ പ്രൊജക്ഷൻ കൂടാതെ ഇവിടെ VT എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈനിനും ട്രേസസ് ഉണ്ട്. ട്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. അതായത് നമുക്കൊരു ലൈനുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇതായിരുന്നു ലൈൻ. ആ ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഏതെങ്കിലും പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ ട്രേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ കേസിൽ അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് ഈ AB എന്ന് പറയുന്ന സെയിം പോയിന്റിലാണ് വരുന്നത് ട്രേസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന ട്രേസ് ഇപ്പം വേറൊരു കേസിൽ അത് VP-യിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കേസിൽ അത് നേരെ വന്ന് മീറ്റ് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് തന്നെയാണ്. അതിനെ നമ്മൾ ട്രേസസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ കേസിൽ എന്താണ്, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ മുട്ടുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലായതുകൊണ്ട് നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് വിളിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രേസ് HT എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെ ചോദിക്കാം ട്രേസസ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കേസിൽ, എൻ്റെ രണ്ടാമത്തെ കേസിൽ എന്താണ്, AB എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ ഇരിക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് മുട്ടുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടച്ച് ചെയ്യില്ല. കാരണം എന്താണ്, AB ഹൊറിസോണ്ടൽ പ്ലെയിന് പാരലല്ല. അപ്പോൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും മുട്ടില്ല. അപ്പോൾ AB എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വെർട്ടിക്കൽ പ്ലെയിനിൽ മുട്ടുന്നു. ആ മുട്ടുന്ന പോയിൻ്റാണ് ഇതിൻ്റെ ട്രേസ്. അത് വെർട്ടിക്കൽ പ്ലെയിനിൽ മുട്ടുന്നതുകൊണ്ട് നമുക്കതിനെ വെർട്ടിക്കൽ ട്രേസ് എന്ന് വിളിക്കാം. അതാണ് VT എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ട്രേസും ഉണ്ട്, ഹൊറിസോണ്ടൽ ട്രേസും ഉണ്ട്. ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മുട്ടിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് വിളിക്കും, വെർട്ടിക്കൽ പ്ലെയിനിൽ മുട്ടിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ട്രേസ് എന്ന് വിളിക്കും. അപ്പോൾ ചില സമയത്ത് അതും നമുക്ക് ഈ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ആ സംഭവം ഓർത്തിരിക്കുക, ട്രേസ് എന്താണെന്നുള്ള കാര്യം. ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ട്രേസ്. അത് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ വെർട്ടിക്കൽ ട്രേസ് എന്ന് വിളിക്കും, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെങ്കിൽ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ കേസ്, ലൈൻ പാരലൽ ടു ബോത്ത് പ്ലെയിൻസ്. അതായത് ലൈൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, രണ്ട് പ്ലെയിനിനും ഒരേ സമയം പാരലായിട്ടാണ് ഇരിക്കുന്നത്. പെർപെൻഡിക്കുലർ ഇല്ല, പാരലൽ തന്നെ. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, AB എന്ന് പറയുന്ന ലൈൻ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനും പാരലാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനും പാരലാണ്. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന ലൈൻ എവിടെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നോക്കുക.
ഫ്രണ്ട് വ്യൂ നോക്കുന്ന സമയത്ത് എ എന്ന് പറയുന്ന പോയിന്റ് നേരെ താഴെ സ്മോൾ ലെറ്റർ എയിൽ ഒന്ന് പ്രൊജക്റ്റ് ആവും, ബി എന്ന് പറയുന്ന പോയിന്റ് നേരെ താഴെ ഇവിടെ ഒന്ന് പ്രൊജക്റ്റ് ആവും. അപ്പോൾ ആ ലൈൻ കൂട്ടിച്ചേർത്ത് എയും സ്മോൾ ലെറ്റർ എയും ബിയും കൂട്ടിച്ചേർത്ത് എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. ടോപ്പ് വ്യൂ പ്രൊജക്ഷൻ, ക്യാപിറ്റൽ എ ബിയുടെ ടോപ്പ് വ്യൂ പ്രൊജക്ഷൻ താഴെ കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഫ്രണ്ട് വ്യൂ നോക്കുന്ന സമയത്ത് എ ഡാഷ് ബി ഡാഷിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും, എയുടെയും ബിയുടെയും. അത് രണ്ടും കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷ് എന്ന ഫ്രണ്ട് വ്യൂ കിട്ടും. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ പ്രൊജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിലും ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എക്സ് വൈ ലൈൻ്റെ താഴെ വരും, റൊട്ടേറ്റ് ചെയ്ത് മടങ്ങി താഴെ വരും. അതാണ് ഇപ്പുറത്തോട്ട് മാറ്റി വരച്ചിരിക്കുന്നത്, കണ്ടോ? എക്സ് വൈ ലൈൻ്റെ താഴെയായി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരുന്നു എ ബി എന്ന് പറയുന്ന ലൈൻ ഇരിക്കുന്നത്, ടോപ്പ് വ്യൂ. ആ ടോപ്പ് വ്യൂ അപ്പോൾ താഴെ വരും. അതേസമയം ഫ്രണ്ട് വ്യൂ എന്താണ്? എക്സ് വൈ ലൈൻ്റെ മുകളിലായിരുന്നു എ ഡാഷ് ബി ഡാഷ്. അതെന്താണ്? അവിടെ തന്നെ എ ഡാഷ് ബി ഡാഷ്. ഇനി നമ്മൾ നേരത്തെ പറയാതിരുന്നൊരു എക്സെപ്ഷണലായിട്ടുള്ളൊരു കേസുണ്ട്. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ലൈൻ എ ബി എന്ന് പറയുന്നത് രണ്ട് പ്ലെയിനിലും ഒരേ സമയം ഇരിക്കുന്ന അവസ്ഥ. അതായത് ഈ കേസ്, സെക്കൻഡ് കേസ് കണ്ടോ? ലൈൻ ഈസ് ഓൺ ബോത്ത് എച്ച് പി ആൻഡ് വി പി. അതായത് ലൈൻ രണ്ട് പ്ലെയിനിലും ഒരേ സമയം ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ഇരിക്കണം? കാരണം വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്ന റെഫറൻസ് ലൈനാണ്. നമ്മൾ പോയിന്റിലൊക്കെ ഡിസ്കസ് ചെയ്ത ഈ ഒരു ലൈൻ. അപ്പോൾ ഇവിടെ ഇയാൾ ഈ കാണിച്ചിരിക്കുന്നത് ആ പെൻസിൽ വെച്ച് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്, ആ ഗ്രീൻ പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ എച്ച് പിയിലും വി പിയിലും ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ലൈൻ എന്ന് പറയുന്നത് ഈ എക്സ് വൈ എന്ന് പറയുന്ന റെഫറൻസ് ലൈനിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് അത് ഒരേ സമയം വി പിയിൽ എച്ച് പിയിലാന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് വൈ ലൈനിൽ ഓർത്തോഗ്രാഫി പ്രൊജക്ഷനായിട്ട് ഇങ്ങനെ വരും. കാരണം ടോപ്പ് വ്യൂ നോക്കിയാലും ഫ്രണ്ട് വ്യൂ നോക്കിയാലും എന്താണ്? ലൈൻ എന്താണ്? എക്സ് വൈ എന്ന് പറയുന്ന റെഫറൻസ് ലൈനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരും. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ അടുത്ത കേസാണ് ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. അതുപോലെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് കേസുകളാണ്. അപ്പോൾ കഴിഞ്ഞ കേസിൽ നമ്മൾ ലൈൻ രണ്ട് പ്ലെയിനും ഒരേ സമയം പാരലായിട്ടിരിക്കുന്ന അവസ്ഥ. അതിന് മുന്നത്തെ കേസിൽ ലൈൻ ഏതെങ്കിലും ഒരു പ്ലെയിനോട് പാരലൽ, മറ്റേ പ്ലെയിനോട് പെർപെൻഡിക്കുലർ. ഈ കേസിലോ ലൈൻ ഒരു പ്ലെയിനോട് പാരലൽ, മറ്റേ പ്ലെയിനോട് ഇൻക്ലൈൻഡ് ആയിരിക്കും. പെർപെൻഡിക്കുലർ അല്ല, ഇൻക്ലൈൻഡ്, ഒരു ആംഗിളിൽ ചെരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനോട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ, ഈ ചുവന്ന ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് ഒരു ആംഗിൾ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എച്ച് പി ആയിട്ട് ഇൻക്ലിനേഷൻ ഉണ്ട്, പക്ഷേ വി പി ആയിട്ട് എന്തായിരിക്കും? പാരലായിരിക്കും. കാരണം വി പിയിൽ നിന്ന് ഈ എയിലോട്ടുള്ള ഡിസ്റ്റൻസ്, ക്യാപിറ്റൽ എയിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ വി പിയിൽ നിന്ന്, വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ക്യാപിറ്റൽ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഇത് രണ്ട് സെയിമാണ്. അപ്പോൾ എന്താണ് നമുക്ക് പറയാം? എന്താണ്? എ ബി എന്ന് പറയുന്ന ലൈൻ വി പി ആയിട്ട് പാരലാന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ. എ ബി എന്ന് പറയുന്ന ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് പാരലാണ്, പക്ഷേ എന്താണ്? വെർട്ടിക്കൽ പ്ലെയിനായിട്ട് പാരലാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് ഒരു ചെരിവുണ്ട്, ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിയുമ്പോൾ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എ ബി കിട്ടും, സ്മോൾ ലെറ്റർ എ ബി. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എ ഡാഷ് ബി ഡാഷ് കിട്ടും. അപ്പോൾ ഈ ലൈനിനൊരു ചെരിവുണ്ടല്ലേ, പക്ഷേ ആ ചെരിവ് നമുക്ക് കാണാൻ പറ്റുന്നത്, അത് വിട്, അത് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന പ്രൊജക്ഷനും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന പ്രൊജക്ഷനും കിട്ടും. അതിനുശേഷം എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ ബി എന്ന് പറയുന്ന ലൈനിന് ഒരു ചെരിവുണ്ട്. അപ്പോൾ ഈ ചെരിവ് നമുക്ക് കാണുന്നത് ഏത് പ്രൊജക്ഷനിലായിരിക്കും? അതായത് ആ ചെരിവ് അതുപോലെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ഏത് പ്രൊജക്ഷനായിരിക്കും? ടോപ്പ് വ്യൂ നോക്കുമ്പോഴാണോ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴാണോ? അതായത് നിങ്ങളൊരു പെൻസിൽ താഴത്തോട്ട് ഇതുപോലെ തന്നെ ചെരിച്ചു പിടിച്ചിട്ട് അതിൻ്റെ മേലെ നിന്ന് നോക്കുക. അതിൻ്റെ മേലെ നോക്കുമ്പോൾ എന്താണ്? ആ പെൻസിലിൻ്റെ ചെരിവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, കാണാൻ സാധിക്കില്ല. പക്ഷേ എന്താണ്? നിങ്ങൾ അതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ ചെരിവ് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത്
മേളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ചെരിഞ്ഞ ലൈനിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, എ ബി എന്ന് പറയുന്ന ലൈൻ ചെരിവുണ്ട്, അത് 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒരു റെഡ്യൂസ്ഡ് ലെങ്ത്തിൽ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. റെഡ്യൂസ്ഡ് ലെങ്ത്തിലാണ് കാണാൻ പറ്റുള്ളൂ അല്ലേ? നീളം കുറഞ്ഞ, അപ്പോൾ പെൻസിലിൻ്റെ മേലെ നോക്കുമ്പോൾ ആ പെൻസിലിൻ്റെ യഥാർത്ഥ നീളം നമുക്ക് മേളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുമോ? ഇല്ല, ഒരു ഷോർട്ട് ലെങ്ത്തായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ട്രൂ ലെങ്ത്ത് കിട്ടുന്നത് എവിടെയാണ്? എ ഡാഷ് ബി ഡാഷിലാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ, അതായത് ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്ന ലൈൻ ഏത് പ്ലെയിനിനോടാണോ പാരലൽ, ആ പ്ലെയിനിലായിരിക്കും നമുക്ക് ട്രൂ ലെങ്ത്ത് കിട്ടുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈൻ പാരലൽ ടു വി പി, വെർട്ടിക്കൽ പ്ലെയിനോട് പാരലാണ്. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത്ത് കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും. വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ ഏതാണ്? എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ആയിരിക്കും ട്രൂ ലെങ്ത്ത്, അതായത് ഇതായിരിക്കും ട്രൂ ലെങ്ത്ത്. നിങ്ങൾക്ക് ഈ പടത്തിൽ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും ട്രൂ ലെങ്ത്ത് ഏതാണെന്നുള്ളത്. ട്രൂ ലെങ്ത്തും അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ കാണാൻ സാധിക്കുന്നതും വെർട്ടിക്കൽ പ്രൊജക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിലായിരിക്കും. ഇനി അത് ശരിയല്ലേ എന്ന് ഈ കേസിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാരലൽ ടു എച്ച് പി, ഇൻക്ലൈൻ ടു വി പി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ്. ഇവിടെ നമുക്ക് നോക്കിയറിയാം, എ ബി എന്ന് പറയുന്ന ലൈൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ പ്ലെയിനായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതേസമയം എച്ച് പി ആയിട്ട് പാരലാണ്. അപ്പോൾ ഇവിടെ പാരലൽ ടു എച്ച് പി ആണ്. അപ്പോൾ ലൈൻ പാരലൽ ടു എച്ച് പി. അപ്പോൾ ഏത് പ്രൊജക്ഷനിലായിരിക്കും നമുക്ക് ഇതിൻ്റെ എന്താണ് ട്രൂ ലെങ്ത്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രൂ ആയിട്ടുള്ള ആ ചെരിവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ആക്ച്വൽ ലെങ്ത്ത് കാണാൻ പറ്റുന്ന ഏതിലായിരിക്കും? പാരലൽ ടു എച്ച് പി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെയായിരിക്കണം കാണാൻ പറ്റുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ ഏതാണ്? സ്മോൾ ലെറ്റർ എ ബി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസാണ്, അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്നറിയില്ല. അതായത് എ ഡാഷ് ബി ഡാഷ് എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലും എ ബി എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും വരുന്നത്. അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലും ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലും. ടോപ്പ് വ്യൂവിനെ നമ്മൾ സ്മോൾ ലെറ്റർ എ ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, ഫ്രണ്ട് വ്യൂവിനെ സ്മോൾ ലെറ്റർ എ ഡാഷ് ബി ഡാഷ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതൊക്കെ പോയിന്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? പാരലൽ ടു എച്ച് പി. അപ്പോൾ എച്ച് പിയിലാണ് ട്രൂ ലെങ്ത്ത് കാണേണ്ടത്. അതായത് സ്മോൾ ലെറ്റർ എ ബി ആയിരിക്കണം ട്രൂ ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, കറക്റ്റ് അല്ലേ? സ്മോൾ ലെറ്റർ എ ബി ആണ് ട്രൂ ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആംഗിളും കാണാൻ സാധിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഈ ട്രൂ ലെങ്ത്ത് എന്ന് പറയാൻ കാരണം എന്താണ്? തൊട്ടപ്പുറമുള്ള പ്രൊജക്ഷനിൽ ഈ എ ബി എന്ന് പറയുന്ന പ്രൊജക്ഷൻ്റെ തൊട്ടപ്പുറമുള്ള പ്രൊജക്ഷൻ, അതായത് എ ഡാഷ് ബി ഡാഷിൽ എന്താണ്? നമുക്ക് ഷോർട്ട് ലെങ്ത്താണ് കിട്ടുള്ളൂ, ആക്ച്വൽ ലെങ്ത്ത് ഒരിക്കലും കിട്ടില്ല. കാരണം അപ്പോൾ ഈ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ലൈനിന് ഒരു ചെരിവുണ്ട്, ഇങ്ങനെ ഒരു ചെരിവുണ്ട് വെർട്ടിക്കൽ പ്ലെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ആക്ച്വൽ ലെങ്ത്തോ അതിൻ്റെ ചെരിവോ നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം അതൊരു ഷോർട്ട് ലെങ്ത്തുള്ള സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണാൻ സാധിക്കുള്ളൂ. അതാണ് നമുക്ക് എ ഡാഷ് ബി ഡാഷ് ആയിട്ട് കിട്ടുന്നത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ബി എന്ന് പറയുന്ന ലൈൻ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് അതിലും താഴെ ആയിരിക്കും ലെങ്ത്ത് ഉള്ളൂ. പക്ഷേ എ ബി എന്ന് പറയുന്ന ലൈൻ 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ എ ബി കറക്റ്റ് 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം എന്താണ്? എ ബി, ക്യാപിറ്റൽ എ ബി ഹൊറിസോണ്ടൽ പ്ലെയിനോട് പാരലാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ. ഏത് പ്ലെയിനോടാണോ ലൈൻ പാരലൽ, ആ പ്ലെയിനിലെ പ്രൊജക്ഷനാണ് നമുക്ക് ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും കിട്ടുന്നത്. സോ അപ്പോൾ ക്വസ്റ്റ്യനിൽ പാരലൽ ടു വി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ എ ഡാഷ് ബി ഡാഷ് ആയിരിക്കും ട്രൂ ലെങ്ത്ത്. പാരലൽ ടു എച്ച് പി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എ ബി ആയിരിക്കും ട്രൂ ലെങ്ത്ത്. പാരലൽ ടു വി പി എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത്ത്, പാരലൽ ടു എച്ച് പി എ ബി ട്രൂ ലെങ്ത്ത്. അങ്ങനെ അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ മനസ്സിൽ. ഇതിൻ്റെയൊക്കെ ഉപയോഗം എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കേണ്ടതും ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ആ ഷോർട്ടായിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം പാരലൽ ടു എച്ച് പി ആണെങ്കിൽ ട്രൂ ലെങ്ത്ത് എ ഡാഷ് ബി ഡാഷ്, പാരലൽ ടു വി പി ആണെങ്കിൽ ട്രൂ ലെങ്ത്ത് എ ഡാഷ് ബി ഡാഷ്, പാരലൽ ടു എച്ച് പി ആണെങ്കിൽ ട്രൂ ലെങ്ത്ത് എ ബി, സ്മോൾ ലെറ്റർ എ ബി. അതേപോലെ ഈ പോയിന്റും കൂടെ നോട്ട് ചെയ്യുക. അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈൻ ട്രൂ ലെങ്ത്ത് ആവണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള അതായത് അതിൻ്റെ അതർ പ്രൊജക്ഷൻ, ഓപ്പോസിറ്റുള്ള പ്രൊജക്ഷൻ എന്താണ്? പാരലലായിരിക്കണം. ഈ എക്സ് വൈ ലൈനോട് പാരലലായിരിക്കണം. അതായത് ഇവിടെ എ ബി എന്ന് പറയുന്ന രണ്ട് പ്രൊജക്ഷനാണല്ലോ നമ്മൾ കാണിക്കുന്നത്.
എ ഡാഷ് ബി ഡാഷും സ്മോൾ ലെറ്റർ എ ബി. അപ്പോൾ എ ബി ഈ എക്സ് വൈ എന്ന് പറയുന്ന റെഫറൻസ് ലൈനിനോട് പാരലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ ഡാഷ് ബി ഡാഷ് എന്താണ് ട്രൂ ലെങ്ത് ആവും. അതേപോലെ തന്നെ ഈ താഴത്തെ കേസിൽ നോക്കുക, ഇവിടെ ഈ എ ഡാഷ് ബി ഡാഷ് എക്സ് വൈ എന്ന് പറയുന്ന റെഫറൻസ് ലൈനിനോട് പാരലാണ്. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി എ ബി എന്താണ് സ്മോൾ ലെറ്റർ എ ബി ട്രൂ ലെങ്ത് ആവും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സാധനം മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കേട്ടിട്ട് നോട്ടൊക്കെ വെച്ചിട്ട് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അതായത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞെന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ എ ഡാഷ് ബി ഡാഷിന് ട്രൂ ലെങ്ത് ആവണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള പ്രൊജക്ഷൻ എക്സ് വൈ എന്ന് പറയുന്ന റെഫറൻസ് ലൈനോട് പാരലായിരിക്കണം. അതായത് എ ഡാഷ് ബി ഡാഷിന് ട്രൂ ലെങ്ത് ആവണമെങ്കിൽ എ ബി എക്സ് വൈനോട് പാരലായിരിക്കണം. അതുപോലെ എ ബിക്ക് ട്രൂ ലെങ്ത് ആവണമെങ്കിൽ എ ഡാഷ് ബി ഡാഷ് എക്സ് വൈനോട് പാരലായിരിക്കണം. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എ ബി ട്രൂ ലെങ്ത് ആവാതിരിക്കാനുള്ള കാരണം എന്താണ്? എ ഡാഷ് ബി ഡാഷ് എക്സ് വൈനോട് പാരലല്ല, ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ? തീറ്റ ആംഗിളിൽ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എ ബി ട്രൂ ലെങ്ത് ആവാത്തതും എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത് ആയതും. എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത് ആവാൻ കാരണം എ ബി പാരലാണ്. എ ബി പാരലൽ ആവാതിരിക്കാൻ കാരണം എ ഡാഷ് ബി ഡാഷ് പാരലല്ല. താഴത്തെ കേസിലും അതുപോലെ തന്നെ എ ഡാഷ് ബി ഡാഷ് പാരലായതുകൊണ്ട് എ ബി ട്രൂ ലെങ്ത് ആയി. എ ബി പാരലൽ അല്ലാത്തത് കൊണ്ട്, എ ബി എക്സ് വൈനോട് പാരലൽ അല്ലാത്തത് കൊണ്ട് എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത് ആയില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ആ പോയിൻ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ രണ്ട് പോയിന്റ്. വി ഗെറ്റ് ട്രൂ ലെങ്ത് ഓൺ എ പ്ലെയിൻ ടു വിച്ച് ലൈൻ ഈസ് പാരലൽ. അതായത് ട്രൂ ലെങ്ത് ലഭിക്കുന്നത് ഏത് പ്ലെയിനിലായിരിക്കും? ലൈൻ ഏത് പ്ലെയിനിനോടാണോ പാരലൽ ആ പ്ലെയിനിലായിരിക്കും നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുന്നത്. അല്ല നമ്മൾ ആദ്യം പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞത് പാരലൽ ടു വി പി ആണെങ്കിൽ ട്രൂ ലെങ്ത് കിട്ടുന്നത് എ ഡാഷ് ബി ഡാഷിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ട്രൂ ലെങ്ത് എവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റ്, ഫോർ വൺ പ്രൊജക്ഷൻ ടു ബി ട്രൂ ലെങ്ത്, അതായത് ഏതെങ്കിലും ഒരു പ്രൊജക്ഷൻ സ്മോൾ ലെറ്റർ എ ഡാഷ് ബി ഡാഷോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എ ബിയോ ഇവയ്ക്ക് ട്രൂ ലെങ്ത് ആവണമെങ്കിൽ എന്താണ്? അതർ പ്രൊജക്ഷൻ, അതായത് അവരുടെ അപ്പുറമുള്ള പ്രൊജക്ഷൻ എന്താണ്? മസ്റ്റ് ബി പാരലൽ ടു ദി എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈനിന് അപ്പുറത്തുള്ള പ്രൊജക്ഷൻ പാരലായാൽ മാത്രമാണ് ഇപ്പുറയുള്ള പ്രൊജക്ഷന് ട്രൂ ലെങ്ത് ആവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും എന്താ ഞാൻ തൊട്ട് തന്നെ പറഞ്ഞായിരുന്നു. നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, ആ ലൈൻ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രേസസ് എന്ന് വിളിക്കാം. അത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് മുട്ടുന്നെങ്കിൽ വെർട്ടിക്കൽ ട്രേസ് എന്ന് വിളിക്കാം, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് വിളിക്കാം. ഇനി ദ ഫൈനൽ കേസ്, അവസാനത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താണ്? ലൈൻ ഏതെങ്കിലും ഒരു പ്ലെയിനിനോട് മാത്രമാണ് ഒരു സമയത്ത് ചെരിവുണ്ടാവുള്ളൂ അല്ലേ? പക്ഷേ ഈ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഒരേ സമയം രണ്ട് പ്ലെയിനുമായിട്ടും ഇൻക്ലൈൻഡായിട്ട് ഇരിക്കുന്നത്. അതായത് നമ്മൾ ഈ ലൈൻ നോക്കി കഴിയുമ്പോൾ ഇതിന് താഴത്തോട്ടൊരു ചെരിവുണ്ടാവും, സൈഡിലോട്ടൊരു ചെരിവുണ്ടാവും. എ ബി എന്ന് പറയുന്ന ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതിന് പകരം എ ബിനോട് കുറച്ച് താഴത്തായിട്ടിരിക്കുന്ന, അതുപോലെ തന്നെ കുറച്ച് സൈഡിലായിട്ടായിരിക്കുന്നത്. അതായത് പറയുകയാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ വെച്ച് നോക്കുമ്പോൾ അതായിട്ടും ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടച്ച് ചെയ്യും, കുറച്ച് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലും ടച്ച് ചെയ്യും. രണ്ടിനോടും പാരലല്ല, രണ്ടിനോടും ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അത് വി പി, അത് ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണെന്നുള്ളൂ. അതേപോലെ തന്നെ അത് വെർട്ടിക്കൽ പ്ലെയിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ. അപ്പോൾ ആൽഫ ബീറ്റ എന്ന ആംഗിളിൽ രണ്ട് പ്ലെയിനായിട്ടും ചെരിഞ്ഞാണ് ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്ന റെഡ് ലൈൻ ഇരിക്കുന്നത്. അത്ര മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിവിടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ പ്രൊജക്ഷൻ നോക്കുക. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്താണ്? എ ഇവിടെ വരും, ബി ഇവിടെ വരും. അപ്പോൾ നമുക്ക് ആ ചെരിവ് കാണാനായിട്ട് സാധിക്കും. എ ബി എന്ന് പറയുന്ന ചെരിവ്, സ്മോൾ ലെറ്റർ എ ബി, ആ ചെരിവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ടോപ്പ് വ്യൂ പ്രൊജക്ഷൻ. അതേപോലെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന സമയത്ത് ബി ഇവിടെ വരും, എ ഇവിടെ വരും, എ ഡാഷ് ബി ഡാഷ് ഉണ്ടോ, താഴത്തോട്ട് ചെരിവ്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് എ ബി നമുക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ട് പ്രൊജക്ഷൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം എന്താണ്? ഇവിടെ താഴത്തോട്ടൊരു ചെരിവുണ്ട്, ഇവിടെ സൈഡിലോട്ടൊരു ചെരിവുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും എ ബി എന്ന് പറയുന്ന ലൈനിന് ചെരിവുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് താഴത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
എന്താണ് നമുക്ക് ഈ സംഭവം കിട്ടും സൊല്യൂഷനായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ കേസിൽ ട്രൂ ലെങ്ത് ഏതാണെന്ന് ചോദിച്ചാൽ എ ഡാഷ് ബി ഡാഷ് ആണോ എ ബി ആണോ ട്രൂ ലെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതായത് ഈ എ ബിയുടെ ക്യാപിറ്റൽ എ ബിയുടെ ലെങ്ത് ഉണ്ടല്ലോ, ആക്ച്വൽ ലെങ്ത് ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ, അതാണ് ട്രൂ ലെങ്ത്. സോ ആ ക്യാപിറ്റൽ എ ബിനോട് ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ആ 10 സെൻറ്റിമീറ്റർ അതേപടി കിട്ടുന്നത് എ ഡാഷ് ബി ഡാഷിനാണോ എ ബിക്കാണോ? കഴിഞ്ഞ കേസുകളിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു എവിടെയാണ് ട്രൂ ലെങ്ത് വരുന്നത് എന്നുള്ള കാര്യം. രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ പാരലൽ ടു വി പി ആണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് ആയിരിക്കും ട്രൂ ലെങ്ത്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടോ? രണ്ട് പ്ലെയിനിനും ലൈൻ പാരലൽ അല്ല. അപ്പം ആ രീതിയിൽ എന്താണ്, രണ്ടിലും നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു പ്ലെയിനോട് പാരലായാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്ലെയിനിലെങ്കിലും ട്രൂ ലെങ്ത് കിട്ടുള്ളൂ. ഇവിടെ രണ്ട് പ്ലെയിനോടും പാരലല്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കേസ് വെച്ച് നോക്കുക. അതായത് എ ഡാഷ് ബി ഡാഷിന് ട്രൂ ലെങ്ത് ആവണമെങ്കിൽ എ ബി എക്സ് വൈനോട് പാരലായിരിക്കണം, എക്സ് വൈ എന്ന് പറയുന്ന ലൈനോട്. ഇപ്പുറത്തെ കേസിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? എ ഡാഷ് ബി ഡാഷിന് ട്രൂ ലെങ്ത് ആവണമെങ്കിൽ എ ബി എന്ന് പറയുന്ന താഴത്തുള്ള ലൈൻ എക്സ് വൈ ആയിട്ട് പാരലായിരിക്കണമായിരുന്നു. അതുപോലെ തന്നെ എ ബിക്ക് ട്രൂ ലെങ്ത് ആവണമെങ്കിൽ എ ഡാഷ് ബി ഡാഷ് എക്സ് വൈനോട് പാരലായിട്ടിരിക്കണമായിരുന്നു. പക്ഷേ ഇത് രണ്ടുമില്ല, രണ്ടിനും എക്സ് വൈനോട് പാരലല്ല രണ്ടും. അപ്പോൾ ഇത് രണ്ടും ട്രൂ ലെങ്ത് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മളോട് ട്രൂ ലെങ്ത് അഡീഷണലി കണ്ടുപിടിക്കാൻ പറയും. ബാക്കിയുള്ള കേസിൽ നമ്മൾ ഈ സംഭവം വരച്ച് ചെയ്യുമ്പോൾ ട്രൂ ലെങ്ത് ഓട്ടോമാറ്റിക്കലി കിട്ടും. എ ഡാഷ് ബി ഡാഷ് എ ബി ആണോ എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി സിമ്പിളായിട്ട്. പക്ഷേ ഇവിടെ ട്രൂ ലെങ്ത് ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുന്നില്ല. അപ്പോൾ ട്രൂ ലെങ്ത് കിട്ടാനായിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ എ ഡാഷ് ബി ഡാഷ് എക്സ് വൈനോട് പാരലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എ ബി ട്രൂ ലെങ്ത് ആവും. അല്ലെങ്കിൽ എ ബി എക്സ് വൈനോട് പാരലാക്കി കഴിഞ്ഞാൽ എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത് ആവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജനറലായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ. ലാസ്റ്റ് കേസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലൈനിനെ എ ഡാഷ് ബി ഡാഷിനെയോ എ ബിയെയോ ഏതെങ്കിലും ഒരു ലൈനിനെ നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന ലൈനിനോട്, റെഫറൻസ് ലൈനിനോട് പാരലാക്കും. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈനിനെയാണ് പാരലാക്കുന്നത്, എ ബിയെ. അപ്പോൾ എ ബി പാരലാക്കുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് എ ഡാഷ് ബി ഡാഷിൽ ട്രൂ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി ഇതായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പൊസിഷൻ. അതിനെ എക്സ് വൈനോട് പാരലാക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് എ ബിനെ ആ സ്ട്രെയിറ്റ് ലൈനിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ബി വന്നിട്ട് B1 ആയി. അപ്പോൾ എ B1 എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്ന ലൈനിനോട് പാരലായി. അപ്പോൾ ഈ ബിയുടെ സ്ട്രെയിറ്റ് കറസ്പോണ്ടിങ് സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു ബി ഡാഷ് എടുക്കുന്നത്. അപ്പോൾ B1 വന്ന സ്ഥിതിക്ക് ഇനി B1ൻ്റെ നേരെ കറസ്പോണ്ടിങ് ലൈനിലായിരിക്കണം ബി ഡാഷ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി B1ൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ മേലോട്ട് വരച്ചു. എന്നിട്ട് ഇതായിരുന്നു എ ഡാഷ് ബി ഡാഷ്, ആക്ച്വൽ എ ഡാഷ് ബി ഡാഷ്. ആ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിനെ നേരെ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അത് B1 ഡാഷാക്കി. അപ്പോൾ എ B1ഉം എ B1 ഡാഷും ആയി. അപ്പോൾ എന്താണ്, എ B1 എക്സ് വൈനോട് പാരലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഓപ്പോസിറ്റുള്ള എ ഡാഷ് B1 ഡാഷ് എന്തായിരിക്കും? ട്രൂ ലെങ്ത് ആയിരിക്കും. ഇങ്ങനെയാണ് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇത് കേട്ടിട്ട് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലത്തിൽ ചെയ്തു പോകും. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ജനറൽ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഏത് പ്രൊജക്ഷൻ ആയിരിക്കും ട്രൂ ലെങ്ത്, അതേപോലെ ഒരു പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ആണെങ്കിൽ മറ്റേ പ്രൊജക്ഷൻ പാരലായിരിക്കണം. ആ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് വരുന്ന കേസസുകൾ. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് വരച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ളൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു ട്രിക്കാണത്, ഒരു മെത്തേഡ് വെച്ച്. അപ്പോൾ ആ മെത്തേഡ് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടിരിക്കണം. കോൺസെപ്റ്റ് ഇപ്പോൾ പോയിൻറ്റിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും ലൈനിൻ്റെ ആണെങ്കിലും നമ്മൾ പ്രോബ്ലം ഈസി മെത്തേഡ് വെച്ച് ചെയ്താൽ കൂടി എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, ഈ ലൈൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലും ഫസ്റ്റ് ക്വാഡ്രന്റിലൊക്കെ
അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ് തേർഡ് ക്വാഡ്രൻറ്റിലൊക്കെ ഈ ലൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ ലൈനിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തൊക്കെ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് എല്ലാത്തിലും. നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് എല്ലാത്തിലും നോക്കിയത്, സെക്കൻഡോ തേർഡോ ഫോർത്തോ നോക്കിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഷോർട്ട് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.